ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമുക്ക് ശുദ്ധമായ നെയ്യ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. വീടുകളിൽ സാധാരണ ദിവസവും പാലൊക്കെ വാങ്ങാറുള്ളതല്ലേ. ആ പാല് തിളപ്പിച്ചതിന് ശേഷം അതിൽ വരുന്ന പാട അരിച്ച് മാറ്റി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ സൂക്ഷിച്ചതാണ്. 1 മാസത്തെ പാൽപ്പാടയാണ് ഈ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു ഡബ്ബ നിറയെ പാൽപ്പാട കിട്ടിയിട്ടുണ്ട്. ദിവസവും പാൽ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പാട അരിച്ചിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഇതെടുത്ത് പുറത്ത് വെക്കണം. അതിനുശേഷം അത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലെ വെള്ളമെല്ലാം പോയ ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല തണുത്ത വെള്ളം അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി നമുക്കൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സിയുടെ ബട്ടൺ ഒന്നാമത്തെ ബട്ടണിൽ ഇട്ടിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ വെള്ളമൊഴിച്ച് അടിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. നമ്മളിത് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ പൊങ്ങി വരും, വെണ്ണ മാത്രമായിട്ട്. എന്നിട്ട് അത് വൃത്തിയുള്ള ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റി നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ട് വേണം നമ്മളിത് ഉരുക്കാനായിട്ട് വെക്കാൻ. ഞാൻ 2 പ്രാവശ്യം ഇട്ടാണ് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു തവണ ഞാൻ അരിച്ചെടുത്തത് തുണിയിലാണ്. ഇപ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നത് അരിപ്പയിലാണ്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അത് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 മാർഗ്ഗങ്ങളും കാണിക്കുന്നത്. അരിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലെ വെള്ളം ഫുള്ള് ആയിട്ട് കളയാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ഈ വെള്ളം മുഴുവനായിട്ടും കളഞ്ഞ് അത് നന്നായിട്ട് വെണ്ണ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് ഈ വെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് പൊങ്ങി പോവാനും ഉള്ള സാധ്യത ഉണ്ട്. തീ നമ്മൾ കൂട്ടി വെക്കും തോറും അത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇളക്കാതിരിക്കാൻ മറക്കരുത്. ഒരു 10-20 മിനിറ്റിന് ശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് അതിലോട്ട് വേണം നമ്മൾ ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നെയ്യ് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ബെസ്റ്റാണ്. എന്താ മണവും രുചിയും കൂടും.
അരിച്ചെടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് ആ തുണിയിൽ നിന്ന് നെയ്യ് മുഴുവൻ പിഴിഞ്ഞെടുക്കണം. ഇത്രയും നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം.